ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാക്കോ മാഷിൻ്റെ നാലാമത്തെ ചോദ്യമാണ്. 120 ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം എന്നൊക്കെ കേൾക്കുന്നു, അതിൽ വല്ല സത്യവുമുണ്ടോ എന്നതാണ്. അപ്പോൾ ഇതിന് ചാക്കോ മാഷ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, 120 ദിവസത്തിനോടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 120 ദിവസം എന്ന് പറയുന്നത് ഈ ഫ്രീസ് ചെയ്തവർ അതിനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ദിവസമാണ് ഈ 120 ദിവസം എന്നൊക്കെയാണ്. ഈ 120 ദിവസം എന്ന് പറയുന്നത് ഞാൻ കണ്ടത് PMLA ആക്ടിലാണ് ആ ഒരു 120 ദിവസത്തിനിടയ്ക്ക് നമ്മുടെ പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്നാൽ നമ്മുടെ ബഡ്സിൻ്റെ കേസിലാണെങ്കിൽ PMLA പ്രകാരമല്ല നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടുക. നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് ബഡ്സ് നിയമപ്രകാരം മാത്രമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ബഡ്സിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉത്തരവിട്ട് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട്, പ്രൊവിഷണൽ അറ്റാച്ച് ചെയ്തിട്ട് കോടതിയിൽ കൊടുക്കണം 30 ദിവസത്തിനകം. അല്ലെങ്കിൽ കാരണം ബോധിപ്പിച്ചുകൊണ്ട് 60 ദിവസത്തിനകം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജില്ലാ കളക്ടർ അതൊക്കെ 30 ദിവസത്തിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കോടതി, ഡെസിഗ്നേറ്റഡ് കോർട്ട് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ നമ്മുടെ ഡെപ്പോസിറ്റ് ടേക്കറായ ശ്രീനാഥ് പ്രതാപനും കൊടുക്കും, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് കൊടുക്കും. 30 ദിവസത്തിനകം നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് 30 ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു കളക്ടറുടെ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ 30 ദിവസത്തിനകം ഇവർ കാരണം ബോധിപ്പിക്കാൻ ഒരു ലെറ്റർ അയക്കുകയും അതിനുശേഷം 30 ദിവസത്തിനകം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ 150 ദിവസത്തിനകം ഇത് പെർമനൻ്റായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്യും എന്നൊക്കെയാണ് നിയമത്തിലുള്ളത്. അപ്പോൾ 150 ദിവസത്തിനകം കഥം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പണം തിരികെ കൊടുക്കാനുള്ള ഓർഡറുകളും ഉണ്ടാവും എന്നാണ് ബഡ്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ, ബഡ്സ് ആക്ടിലെ ചട്ടങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ 120 ദിവസത്തിനകം വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ മാല മോഷ്ടിച്ചു, ആരെയോ മോഷ്ടിച്ചു. അത് മോഷ്ടിച്ച ആൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലോ ഒക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം പിടിക്കപ്പെട്ടു. നമ്മളെ ഈ നാടോടികളൊക്കെ, നമ്മുടെ അണ്ണാച്ചികളൊക്കെ മാല മോഷ്ടിക്കലും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ ഇറങ്ങി നടക്കുന്ന അത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തോ. എന്നിട്ട് അവർ ഇത് വിൽക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ടു, പോലീസ് കേസായി. അതൊക്കെ ശേഷം ഇത് ഇദ്ദേഹത്തിന് ഉള്ള ശിക്ഷ, ആ ശിക്ഷയൊക്കെ വിധിക്കുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത്രാം തീയതി യാത്രാമധ്യേ എൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത്ര പവൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുക്കുമോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പോലീസ് കണ്ടെത്തി അതിലെ കോടതി വിധി ഇനി ഇവൻ മാല മോഷ്ടിച്ചതാണോ അല്ലെങ്കിൽ ഇവൻ്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ആ മാലയാണോ ഇവൻ വിൽക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആ ഒരു അന്വേഷണവും കാര്യങ്ങളും കോടതി വിധി വരെയൊക്കെ വെയിറ്റ് ചെയ്യും. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് നിങ്ങൾ അപ്പോൾ തന്നെ പോലീസിൽ പരാതി കൊടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമോ? എവിടെയെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് കുട്ടിയെ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ കുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു യാചകൻ്റെ കൂടെ കുട്ടിയെ കണ്ടു എന്നൊക്കെയുള്ള പത്രവാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ?
അല്ലെ നിങ്ങൾ അപ്പോൾ തന്നെ പരാതി കൊടുക്കുമോ? സ്വാഭാവികമായിട്ട് എല്ലാവരും അപ്പോൾ തന്നെ പരാതി കൊടുക്കും. എന്നിട്ട് അന്വേഷിക്കും, ഇങ്ങനെയുള്ള കുട്ടിയെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കുട്ടിയാണ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആക്ടിൽ, ബഡ്സ് ആക്ടിൽ സെക്ഷൻ 12 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 12 റെസ്റ്റിറ്റ്യൂഷൻ ടു ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ചാപ്റ്റർ 5 പ്രയോറിറ്റി ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ക്ലെയിം. അതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ, പിന്നെ 13ാമത്തെ സെക്ഷൻ പ്രസിഡൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അതിൽ പറയുന്നത് an order of provisional attachment is passed by the competent authority shall have precedence of priority to the extent of claim of depositors over any other attachment by any authority competent to attach property for repayment of any debits, revenue, tax, cess and other rates payable to the appropriate government or the local authority. ഈ സെക്ഷനിലൊക്കെ പറയുന്നത് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ചാണ്. പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കലക്ടർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ നടപടിയെയാണ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. കോമ്പിറ്റൻ്റ് അതോറിറ്റി അത് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് അല്ല, പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മുതലിന്, ഈ പ്രോപ്പർട്ടിക്ക്, ഈ ഡെപ്പോസിറ്റിന് എൻ്റെ ഒക്കെയാണ് ഈ ഡെപ്പോസിറ്റ്, എനിക്ക് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ ഉയരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത്തരം പരാതികൾക്ക് മറ്റ് ടാക്സുകൾ, അറ്റാച്ച്മെൻറ്റ് ഒക്കെ അതിനേക്കാൾ മുന്നേ ഉള്ള പ്രയോറിറ്റി ലഭിക്കുകയുള്ളൂ എന്നാണ് ബഡ്സ് ആക്ടിൻ്റെ 13ാമത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്ത ഒരു വസ്തുവിന്മേലാണ് നിങ്ങളുടെ ക്ലെയിം ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഇതും കഴിഞ്ഞ് ക്ലെയിമില്ലാതെ ഇത് മറ്റ് എത്രയോ 94 ലക്ഷമോ മറ്റോ ബാങ്ക് ലോൺ ഉണ്ട് അല്ലേ, ആക്സിസ് ബാങ്കിലോ HDFC ബാങ്കിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന കാറ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോണുണ്ട്. അപ്പം അത്തരത്തിലുള്ള ലോണുകൾ ഉണ്ടാവും. പിന്നെ നിയമപരമായിട്ട് ടാക്സ് അടക്കാത്തത് ഉണ്ടാവും, ലോക്കൽ ബോഡി ടാക്സ് അടക്കാനുണ്ടാവും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ ഈ വർഷം അവസാനിക്കാൻ വേണ്ടി ഇനി 1.5 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രൊഫഷൻ ടാക്സ് ഉണ്ടാവും. ഇപ്പോൾ ഇവർക്ക് ഇതുവരെ കൊടുത്തിരിക്കുന്ന വൈദ്യുതി ടാക്സ് ഉണ്ടാവും, വൈദ്യുതി അവിടെ ചാർജ് ഉണ്ടാവും, അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലെയിം ഇപ്പോൾ കളക്ടറേറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ആസ്തികളും ബാധ്യതകളും ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കാം അവരൊക്കെ. അപ്പോൾ നമ്മുടെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം ക്ലെയിമുകൾക്ക് പ്രയോറിറ്റി ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മളെ കമ്പനി ജയിക്കുമോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് കുത്തിയിരുന്നു കഴിഞ്ഞാൽ അത് മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കേസിനൊക്കെ പോകുന്നവർ, ഈ വക്കീലന്മാരും ഈ പോലീസുകാരും ഒക്കെ കേസ് എടുക്കുന്നത് മണ്ടന്മാരായിട്ടല്ല, മണ്ടന്മാരാണ്. ഈ കമ്പനി ഇനിയും തിരിച്ചു വരുമെന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറുസിറാ പൈസ വരുമെന്നും ഒക്കെ കാത്തിരിക്കുന്നവർ വെറും മണ്ടന്മാരാണെന്നും, ആർക്കെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇത് മണി ചെയിനാണ്, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള പണം ഇനി ഇതിലേക്കൂടെ വരിക ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും, എനിക്ക് അറിഞ്ഞത്
ഈ നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ്, പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ തലേന്നൊക്കെ ലക്ഷങ്ങൾ നിക്ഷേപിച്ച ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ എന്തുകൊണ്ടാണ് അവരൊക്കെ പ്രശ്നമാക്കിയിട്ട് ഈ ലീഡർമാരുടെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിക്കാത്തത് എന്ന് എനിക്ക് ആശ്ചര്യമാണ്. എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല? അതൊക്കെ പ്രശ്നമാക്കിയിട്ട് വാങ്ങിച്ച് എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ കേസിന് പോകണം. അത്തരത്തിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ പണവും തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ സെക്ഷൻ 13 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ പറയുന്നത് പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് തന്നെയാണ്. പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് അല്ല. 150 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ പാശിയാണ്. നിങ്ങൾക്കത് ഒഴുക്കിക്കളയോ ദാനം കൊടുക്കുകയോ ഇതുപോലെയുള്ള കള്ളന്മാരെ തീറ്റിക്കുകയോ അവർക്ക് 3-4 കാറും കോടിക്കണക്കിന് രൂപയുള്ള ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കാൻ കൊടുക്കുമോ, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എന്താണ് എൻ്റെ പൈസയല്ലേ അത് എന്ന് പറയാം അല്ലേ? എന്നിട്ട് നിങ്ങൾക്കും ഇപ്പോൾ 10,000 ഇട്ടവനും 8,000 കൊടുത്തിട്ട് ഐഡിയ അടിച്ചവനും ഒക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പാർട്ട്ണറാണ് എന്ന്. അതുപോലെ നിങ്ങൾക്കും പറയാം, നിങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ആൾക്കാർ കോടിക്കണക്കിന് രൂപയുടെ ബംഗ്ലാവുകൾ പണിയുമ്പോൾ ഞാനും ആ ബംഗ്ലാവിൻ്റെ പാർട്ട്ണറാണ്, ഞാനും അദ്ദേഹത്തിൻ്റെ കീഴിൽ ലീഡറായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് അത്തരം വീടുകളുടെയും കോടിക്കണക്കിന് വിലയുള്ള കാറുകളുടെയൊക്കെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന്. അത്രമാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് റിപ്ലൈ കൊടുക്കാനുണ്ട്. ഇന്ന് ഏതായാലും ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 27 റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ വിജയകരമായിട്ട് 4ാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് വരാം. ബൈ.